ഇന്നത്തെ സ്റ്റോക്സ് ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ETF-സിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് പക്ഷേ ഒരു യൂസേജിന് ഗോൾഡിൻ്റെ എഫക്റ്റീവ് യൂസേജിന് വേണ്ടിയിട്ടാണ് SEBI അത് കൊണ്ടുവന്നിരിക്കുന്നതാണെന്ന് അറിവ്. ഇതുവരെ 95% പ്യുവർ ഗോൾഡ് ബാക്കപ്പ് ഉണ്ടായിരിക്കണമെന്നായിരുന്നു. അത് 95% ഗോൾഡ് റിലേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഗോൾഡ് റിലേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സിന് ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത്, അതായത് അത് പേപ്പർ ഗോൾഡായിട്ടോ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ്, അത് ഫ്യൂച്ചർ കോൺട്രാക്ട്സോ ആയിട്ടാവാം എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതായത് 95%-ൽ 50% ഇങ്ങനെ ഉള്ള പല ക്രൈറ്റീരിയയ്ക്കും ഓരോന്നിനും ഓരോ പെർസെൻറ്റേജാണ് അതുവരെ ആവാം എന്നാണ് പറയുന്നത്. അതായത് 45%-ൽ താഴെ പോകാൻ പാടില്ല പ്യുവർ ഗോൾഡ്. ബാക്കി എയ്തർ പേപ്പർ ഗോൾഡ്, ഡെറിവേറ്റീവ്സ്, ഫ്യൂച്ചർ കോൺട്രാക്ട്സ്, അങ്ങനെ പല പല കാറ്റഗറിയിലുള്ളതായിട്ടാണ് വരുന്നത്. പേപ്പർ ഗോൾഡ് എന്ന് പറയുമ്പോഴും ബാങ്കിൻ്റെ ഗോൾഡ് ഡെപ്പോസിറ്റ്സും ഒക്കെ ആയിട്ടുള്ള ഒരു കണക്റ്റഡ് ആണ്. ഇത് ഗോൾഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ലൈവ് അസറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുത്തുന്നതാണ് അറിയുന്നത്. എന്താണെങ്കിലും 45% വരെ ഓരോ ETF-സിനും താഴേക്ക് ബാക്കപ്പ് വരാം എന്ന് എനിക്ക് തോന്നുന്നു. ETF-സ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയല്ല, എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതും ഓപ്പർച്യൂണിറ്റി ഇനി എടുക്കുമ്പോൾ ഒരു SEBI രജിസ്റ്റേർഡ് അഡ്വൈസറുടെ അടുത്ത് ശിക്ഷണത്തിൽ മാത്രം എടുക്കുക. പിന്നെ ഇന്നും നിഫ്റ്റി താഴേക്ക് പോയിട്ടുണ്ട്. ഇപ്പം ജാനുവരിയിൽ ഉണ്ടായിരുന്ന ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് ഇപ്പോൾ 15% കൂടുതൽ താഴേക്ക് വന്നിട്ടുണ്ട്. ഇതൊരു ക്രാഷ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു നല്ല ഒരു കറക്ഷനാണ്. ക്രാഷ് എന്ന് പറയണമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 20% താഴെ പോകണം. അത് ഒത്തിരി ജിയോ പൊളിറ്റിക്സിനെ ആശ്രയിച്ചിരിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ഇൻഫർമേഷൻസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീക്കെൻഡ്സിലെ ഒരു അടിപൊളി സബ്ജക്റ്റുമായിട്ട് വരാം. താങ്ക് യു.